നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ശ്രീനീഷിന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ഫ്രണ്ടാണ്. അപ്പോ ഈ വീട്ടിനകത്ത് കയറിയപ്പോ ശ്രീനീഷ് അറിയാം, എനിക്ക് ഈ കാര്യം അറിയാം. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ അണ്ടവാ. അപ്പൊ അവൻ ഈ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ പേളിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ തിരിച്ചു വന്നിട്ട് പറയും, അവൾ എന്നെ കളഞ്ഞിട്ട് പോവോ? അതല്ല ഉദ്ദേശം. ഞാൻ പറയാം, ഈ പോകാണെങ്കിൽ അവള് കളഞ്ഞിട്ട് പോകും. അത് എപ്പോഴും പറയായിരുന്നു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലും. അപ്പോ ഈ എവിക്ഷൻ സമയത്ത് ലാൽ സർ വന്ന് ഈ കാര്യം സീരിയസ് ആയിട്ട് ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്തപ്പോ അപ്പോഴാണ് ശ്രീനീഷ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, അതെ ഞാൻ സീരിയസ് ആണ്. നിങ്ങളെയൊക്കെ വഴിയാകാരമാക്കിക്കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരുത്തിക്ക് മാത്രം കൊടുത്ത് പുകച്ചു കളയാനുള്ളതല്ല എന്റെ ജീവിതം. ഇങ്ങനെ അവസാനം മണ്ട പോയ തെങ്ങ് പോലെ ആവരുത് ജീവിതം. ഞാൻ പറഞ്ഞ, നീ സീരിയസ് ആണ് പേളിയുടെ കൂടെ ആണെങ്കിൽ പിന്നെ ഓക്കെ, പക്ഷെ നീ ഇതുവരെ അതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നടുത്ത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത് എന്നടുത്ത് നീ പറഞ്ഞുകൊണ്ടിരുന്ന അവള് കളഞ്ഞിട്ട് പോവോ, ഇതൊക്കെ ചുമ്മാണ്. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും? അല്ല, ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. മക്കളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങളായിട്ട് കുടുംബം തകർക്കരുത്. ഒന്നുപോലെ കൈ കലക്കി പറഞ്ഞാ പോലെ കലക്കി. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.